ഇഷി, നീ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നില്ലേ? എന്ത്? അവൾ ആലോചിച്ചു. അന്ന് റൂമിൽ വെച്ച്. ഓഹോ, കാര്യങ്ങളുടെ റൂട്ട് അങ്ങനെ പോകുന്നോ? നോക്കാം എവിടെ വരെ പോകുമെന്ന്. അന്ന് നീ പറഞ്ഞതിൽ ചെറിയൊരു മാറ്റം. അവൾ എന്താ എന്ന പോലെ അവനെ നോക്കി. നീ എന്നോട് 2 ആഴ്ച കഴിഞ്ഞ് പറയാമെന്നല്ലേ പറഞ്ഞേ? അത് വേണ്ട. പിന്നെ ഞാനിന്ന് ഉച്ചയ്ക്ക് ട്രെയിനിങ്ങിന് പോയി കഴിഞ്ഞാൽ പിന്നെ 1 ഇയർ കഴിഞ്ഞേ വരൂ. അതുകൊണ്ട് എൻ്റെ പൊന്നുമോള്, ഇനി നിൻ്റെ റിപ്ലൈ എന്നോട് ഞാൻ IPS ഓഫീസറായി ചാർജ് എടുക്കുന്ന അന്ന്, അതായത് ട്രെയിനിങ് കഴിഞ്ഞ് പോസ്റ്റിംഗ് കിട്ടി ഞാൻ വരുന്ന അന്ന് പറഞ്ഞാൽ മതി. ഓക്കെ? അവൾ അവനെ തന്നെ നോക്കി നിന്നു. എന്താടോ, 1 ഇയർ പോരെ? അതിനുള്ളിൽ നീ എല്ലാം കൂട്ടി കിഴച്ച് ഒരു ആൻസർ കണ്ടെത്തി വെക്ക്. പോസിറ്റീവ് ആകാനാണ് ചാൻസ്. അവൾ അറിയാതെ മൂളി. അവൻ അവളെ നോക്കി. അവൾ കണ്ണു വെട്ടിച്ചു. അവൻ പതിയെ അവളുടെ അടുത്ത് വന്ന് ചേർത്ത് പിടിച്ചു. അവൾ ഞെട്ടി അവനെ നോക്കി. അവൻ അവളുടെ കവിളിൽ ചുംബിച്ചു. പേടിക്കണ്ട, ഞാൻ അഡ്വാൻറ്റേജ് എടുക്കില്ല. അവൾ അപ്പോഴും അവൻ്റെ ചുംബനത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അവൻ അവളെ നോക്കി ചിരിച്ചു കയറിപ്പോയി. അവൾ അവിടെ കവിളിൽ കൈയും വെച്ചിരുന്നു. ഇതേ സമയം ആരുവിൻ്റെ അടുത്ത്. അപ്പു അവളെയും കൊണ്ട് നേരെ അടുത്ത റൂമിൽ കയറി. എന്താ അപ്പുവേട്ടാ? അതോ, ഞാനിന്ന് പോവല്ലേ, അപ്പോൾ നിന്നോട് കുറച്ച് സംസാരിക്കണമെന്ന് വിചാരിച്ചു. അവൾ അവനെ നോക്കി. ആരു, എനിക്ക് നിന്നോട് കുറച്ച് പറയാനുണ്ട്. എന്താ അപ്പുവേട്ടാ? ആരു, ശ്രദ്ധിച്ച് കേൾക്കണം. നീയും ഇഷിയും നിങ്ങളുടെ ഗ്യാങ്ങും ആരും ഇനി മുതൽ ഒറ്റയ്ക്ക് എങ്ങോട്ടും പോവരുത്. ഗ്രൂപ്പായിട്ടേ പോകാവൂ. നിങ്ങൾ എല്ലാവരും സൂക്ഷിക്കണം. അവൻ നാട്ടിലെത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളവരോടും പറയണം കേട്ടോ. അവൾ പുറത്തേക്ക് പോവാൻ നോക്കി. അവൻ കയ്യോടെ പിടിച്ചു. എങ്ങോട്ടാ? ഞാൻ പോട്ടെ, പറയാനുള്ളത് എല്ലാവരോടും പറയണ്ടേ? പൊക്കോ, പക്ഷേ അതിനു മുമ്പ് എനിക്ക് തരാനുള്ളത് താ. എന്ത്? ഓ, ഒന്നും അറിയാത്ത പോലെ. എനിക്കറിയില്ല. പിന്നെ മര്യാദയ്ക്ക് എനിക്ക് തരാനുള്ളത് താ, ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എടുക്കും. കാരണം ഇനി 1 വർഷം കഴിഞ്ഞേ കിട്ടുള്ളൂ. അവൾ വേഗം തല താഴ്ത്തി. അവൻ അവളുടെ മുഖം കൈകളിലെടുത്തു. പതിയെ അവൻ അവളുടെ കണ്ണുകളിലേക്കും ചുണ്ടിലേക്കും നോക്കി. അവൾ അവനൊരു പുഞ്ചിരി നൽകി. അവൻ അവളുടെ പുഞ്ചിരി സമ്മതമായി എടുത്ത് മെല്ലെ അവളുടെ ചുണ്ടുകളെ നുണയാൻ തുടങ്ങി. ഒരു ദീർഘ ചുംബനത്തിന് ശേഷം അവൻ പതിയെ അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു. ഇനി പൊക്കോ. അവൾ അവനെ നോക്കാതെ താഴേക്ക് നോക്കി നിന്ന് മൂളി. ഇഷിയോടും മറ്റുള്ളവരോടും കാര്യം പറഞ്ഞു മനസ്സിലാക്കണം. മറ്റവൻ എന്തായാലും അവളോട് പറഞ്ഞിട്ടുണ്ടാവില്ല. നീ പറയാൻ മറക്കരുത്. ശരി, എന്നാ എൻ്റെ കൊച്ചു പൊയ്ക്കോ. ഇനി പോകുമ്പോൾ കാണാം. അവൾ പോയി. റൂമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ആണ് ബാൽക്കണിയിൽ എന്തോ പോയ ആളെപ്പോലെ നിൽക്കുന്ന പൊന്നുവിനെ കാണുന്നത്. അവൾ അവളുടെ അടുത്തേക്ക് നടന്നു. നീ എന്താ ഇവിടെ നിൽക്കുന്നേ? പൊന്നു ഇപ്പോഴും നേരത്തെ ഷോക്കിലായതുകൊണ്ട് ആരു ചോദിച്ചത് ഒന്നും കേട്ടില്ല. കുറച്ചു കഴിഞ്ഞും റിപ്ലൈ കിട്ടാത്തത് കൊണ്ട് ആരു പൊന്നുവിനെ തട്ടി. എന്താ? പൊന്നു ഞെട്ടിക്കൊണ്ട് ചോദിച്ചു. നീ എന്താ ആലോചിച്ച് നിൽക്കുക? ഞാൻ വിളിച്ചത് പോലും കേൾക്കാതെ. ഒന്നുമില്ല, പതർച്ച മറച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ആരും ഒന്ന് ഇരുത്തി മൂളി. പൊന്നു അവളെ നോക്കി. അല്ല, നീ പോയിട്ടെന്തായി? അത് പറഞ്ഞപ്പോഴാ അപ്പുവേട്ടൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നും പറഞ്ഞ് അപ്പു അവളോട് പറഞ്ഞതെല്ലാം പൊന്നുവിനോട് പറഞ്ഞു. പൊന്നു അത് കേട്ട് മിണ്ടാതെ നിന്നു. പൊന്നു, നീ എന്താ മിണ്ടാത്തത്? ഒന്നുമില്ല, നീ ബാക്കിയുള്ളവരോട് കൂടി കാര്യങ്ങൾ അറിയിക്കേ. അവൾ താഴെ പോയി അമ്മയുടെ ഫോൺ എടുത്ത് അവളുടെ ഗ്യാങ്ങിനോട് വീട്ടിൽ വരാൻ പറഞ്ഞു. അവർ വന്നതും എല്ലാവരും കൂടെ ഒരു റൂമിൽ കയറി. ആരു എല്ലാവരോടും കാര്യം പറഞ്ഞു. അപ്പം കാര്യം സീരിയസ് ആണ്. അതെ, പിന്നെ നാളെ തൊട്ട് വീണ്ടും ക്ലാസ് തുടങ്ങിയാണ്. ഇനി 2 ആഴ്ച കൂടി ക്ലാസ് ഇല്ലേ? അതെന്താ?
സീനിയേഴ്സിൻ്റെ സപ്ലിമെൻ്ററി കഴിഞ്ഞോ? ഇന്ന് കഴിഞ്ഞു. നമ്മുടെ പിള്ളേർ +1 പറഞ്ഞിട്ടില്ലല്ലോ. അവർക്ക് കഴിഞ്ഞ 2 വീക്സ് ക്ലാസ് ഉണ്ടായില്ല. കാരണം +2കാർക്ക് +1 ഇംപ്രൂവ്മെൻ്റ് എക്സാം ആയിരുന്നു. ഇന്നത്തോടെ കഴിയും. നാളെ ക്ലാസ് തുടങ്ങും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ 2 വീക്സ് കഴിഞ്ഞാൽ ഓണം വെക്കേഷനാണ് കേട്ടോ. അല്ല, അപ്പോൾ ഓണം എക്സാം ഉണ്ടോ? അത് ഓണം കഴിഞ്ഞേ കാണൂ. ഓ സമാധാനായി. അപ്പോൾ പറഞ്ഞു വന്നത്, അമലു, ജോ, മഹി, നിങ്ങൾ 3 ഒരു റൂട്ടല്ലേ? അപ്പോൾ ഇനി മുതൽ ഒന്നിച്ച് വന്നാൽ മതി. ഞാനും പൊന്നുവും സിദ്ധുവും ഒരുമിച്ച് വരാം. ഓക്കെ. ആമിയുടെ കാര്യം എന്തെങ്കിലും പറഞ്ഞോ? സിദ്ധുവാണ് ചോദിച്ചത്. അവള് എവിടെയോ ഒഴിച്ചിലിന് പോയേക്കുക. എന്നാൽ അപ്പുവേട്ടൻ മുമ്പ് പറഞ്ഞിരുന്നു. 6 മാസം കൂടെ അല്ലേടാ. കൈവിട്ടു പോയ സുഹൃത്തും നിന്റെ പ്രണയവും തിരിച്ചു വരാൻ നമുക്ക് കാത്തിരിക്കാടാ. അവൻ മെല്ലെ അവിടെ ഇരുന്നു ആലോചിക്കാൻ തുടങ്ങി അവൻ്റെ ആമിയെക്കുറിച്ച്. അവനെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത് ആരുവിൻ്റെ ശബ്ദമാണ്. അപ്പോൾ കാര്യമൊക്കെ മനസ്സിലായില്ലേ? എല്ലാവരും സൂക്ഷിക്കണം. സിദ്ധുവും മഹിയും ഫോൺ കയ്യിൽ വെക്കണം. ഓക്കെ. അപ്പോൾ എന്താ ഇപ്പോൾ പരിപാടി? പോകുവാണോ അതോ ഏട്ടന്മാർ പോയിട്ടേ പോകുന്നുള്ളോ? അത്രേ ഉള്ളൂ. അങ്ങനെ അവർ വർത്തമാനം പറഞ്ഞിരുന്നു. കുറച്ച് കഴിഞ്ഞ് രുദ്രനും അപ്പുവും പോകുവാനിറങ്ങി. എല്ലാവരും ഉണ്ടായിരുന്നു. അവരെ യാത്രയാക്കാൻ അജുവാണ് അവരെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടത്. അങ്ങനെ അവർ പോയി. ദിവസങ്ങൾ വേഗം കടന്നുപോയി. ഇന്നേക്ക് അവർ പോയിട്ട് 2 ആഴ്ചയായി. ഇതുവരെ വിവേകിൻ്റെ ഭാഗത്ത് നിന്ന് പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഇന്ന് നമ്മുടെ പിള്ളേരുടെ സ്കൂളിൽ ഓണം സെലിബ്രേഷനാണ്. പിള്ളേരെല്ലാം ഒരേപോലത്തെ സെറ്റ് സാരിയും ബ്ലൗസും, ആൺപിള്ളേരെല്ലാം കുർത്തയും മുണ്ടും. നമ്മുടെ പിള്ളേരും പിന്നെ അവരുടെ ക്ലാസ്സിലെ മുഹ്സീന എന്ന പെൺകുട്ടിയും ചേർന്നാണ് പൂക്കളം ഒരുക്കുന്നത്. പൂക്കള മത്സരത്തിൽ 8 പേര് മാത്രമേ ഒരു ക്ലാസ്സിൽ നിന്ന് പാടുള്ളൂ. അതാണ് നിയമം. അവർ സ്കൂളിലെത്തിയപ്പോഴേക്കും മുഹ്സീന വന്നിരുന്നു. എല്ലാവരും ഒരേ ഡ്രസ് കോഡാണ്. പിന്നെ എല്ലാവരും ചേർന്ന് പൂ നന്നാക്കാൻ തുടങ്ങി. അപ്പോഴേക്കും സിദ്ധുവും ജോയും കൂടി പൂക്കളം വരച്ചു. അവർ 2 പേരും നന്നായി വരയ്ക്കൂ കേട്ടോ. ദേ ഇതാണ് നമ്മുടെ പൂക്കളം. അങ്ങനെ പൂക്കളത്തിൻ്റെ എല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി സെൽഫി എടുക്കാൻ തുടങ്ങി. അതിനുശേഷം അവരെല്ലാവരും കൂടി പുറത്തേക്കിറങ്ങി. അവർ പുറത്തിറങ്ങിയപ്പോൾ ആണ് സീനിയേഴ്സിൻ്റെ എൻട്രി. ഗ്രാൻഡ് ആയിരുന്നു കേട്ടോ. പല ഡ്രസ് കോഡായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. 8:30 മുതൽ 9:30 വരെയാണ് പൂക്കള മത്സരം. റിസൾട്ട് 11 മണിക്ക് ഇൻവിജിലേറ്റേഴ്സ് വരുമ്പോഴേക്കും ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് ക്ലീൻ ചെയ്യണം. 10 മണിക്ക് ഇൻവിജിലേറ്റേഴ്സ് ഓരോ ക്ലാസ്സിൽ വന്നു തുടങ്ങി. അവസാനം നമ്മുടെ പിള്ളേരുടെ ക്ലാസ്സിലും അവർ മാർക്കിട്ടു. ഇനി വെയിറ്റിംഗ് ആണ് റിസൾട്ടിന്. അങ്ങനെ 11 മണിക്ക് റിസൾട്ട് വന്നു. നമ്മുടെ പിള്ളേർക്ക് തന്നെ ഫസ്റ്റ് കിട്ടി. അത് പിന്നെ അങ്ങനെ ആവുമല്ലോ അല്ലേ. പിന്നെ അതിൻ്റെ ആഘോഷമായിരുന്നു. പൂക്കൾ അന്തരീക്ഷത്തിൽ പറന്നു നടന്നു. എല്ലാവരും പൂവിൽ കുളിച്ചു. പിന്നെ ഓരോരുത്തരുമായി തൻ്റെ മേലുള്ളത് അടുത്തവൻ്റെ മേലിലേക്കും എടുത്തെറിയലായി. എറിയൽ കഴിഞ്ഞ് എല്ലാം വൃത്തിയാക്കി പിള്ളേർ അവരുടെ ക്ലാസ്സിലെ ബാക്കി കുട്ടികളുടെ അടുത്തേക്ക് പോയി. അവിടെ മത്സരങ്ങൾ നടക്കുന്നുണ്ട്. ഉറിയടിക്ക് സിദ്ധുവുമുണ്ട്. കസേര കളിയിൽ ആരുവും, ചാക്കിലോട്ടത്തിൽ ജോയും, നാരങ്ങ സ്പൂണിൽ അമൽ, വടംവലിക്ക് 3 പേരുണ്ട്. മഹി അതിന് മാത്രമേ ഉള്ളൂ. പൊന്നു കോർഡിനേറ്റേഴ്സ് ഒരാളാണ്. ഫസ്റ്റ് ഇയർ കോർഡിനേറ്റേഴ്സ്. അതുകൊണ്ട് ഫസ്റ്റ് ഇയേഴ്സിനെ പ്രോഗ്രാമിനൊക്കെ പങ്കെടുപ്പിക്കേണ്ടതും മറ്റും അവളുടെ ചുമതലയാണ്. അതുകൊണ്ട് അവൾ മത്സരത്തിനില്ല. അങ്ങനെ നമ്മുടെ സിദ്ധു ഉറിയടി ജയിച്ചു. ജോ ചാക്കിലോട്ടത്തിൽ 4ാമതാണ്. ആരു കസേരകളിൽ 3ാമത്തെ റൗണ്ടിൽ ഔട്ടായി. അങ്ങനെ ലാസ്റ്റ് വടംവലി. ഫസ്റ്റ് ഇയേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ പിള്ളേരുടെ ക്ലാസ്സാണ് ഫൈനലിലെത്തിയത്. സെക്കൻഡ് ഇയേഴ്സിൻ്റെ 2 CS-ഉം. സെക്കൻഡ് ഇയേഴ്സ് ജയിച്ചു. സമ്മാനമായി കിട്ടിയ പഴക്കുല എല്ലാവരും ഷെയർ ചെയ്തു. പിന്നെ നാസിക് ഡോൾ ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് പിള്ളേർ വീട്ടിലേക്ക് പോയി. ഇനി 10 days ക്ലാസ് ഇല്ല. ഓണം വെക്കേഷൻ. പൊന്നു അമ്മ വീട്ടിലോട്ട് പോകും. അങ്ങനെ നാളെയാണ് അവർ തറവാട്ടിൽ പോകുന്നത്. ഇന്ന് രാവിലെ എല്ലാവരും കൂടി തറവാട്ടിലേക്ക് പുറപ്പെട്ടു. ഇവരുടെ കൂടെ ആരുവും ഫാമിലിയും ഉണ്ട്. അറിയാലോ, ആരുവും പൊന്നുവും തമ്മിലുള്ള ഫാമിലി റിലേഷൻ.
പിന്നെ ഈ പ്രാവശ്യം അജുവിൻ്റെ കല്യാണക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമാകും. അങ്ങനെ അവർ എല്ലാവരും കൂടി തറവാട്ടിലെത്തി. ഇതാണ് തറവാട്, പൊന്നുവിൻ്റെ അച്ഛൻ്റെ തറവാട്. ഏകദേശം ഇങ്ങനെയാണ് കേട്ടോ. അവർ വരുമ്പോൾ തന്നെ മുമ്പിൽ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂടി അകത്തേക്ക് പോയി അമ്മാമ്മയെ കണ്ടു. പൊന്നുവും ആരുവും ഇങ്ങോട്ട് വന്നിട്ട് 1 വർഷത്തിന് മുകളിലായി. കാരണം ജോൾസിൻ്റെ പ്രവചനം തന്നെ. എന്നും മാല കെട്ടി അമ്പലത്തിൽ കൊണ്ടു കൊടുക്കണ്ടേ, അപ്പോൾ മാറി നിൽക്കാൻ പറ്റില്ല. അവർ അമ്മാമ്മയുടെ അടുത്തേക്ക് പോയി. അമ്മാമ്മേ. അമ്മാമ്മ കണ്ണു തുറന്നപ്പോൾ മുമ്പിൽ തന്നെ പൊന്നുവും ആരവും ഉണ്ടായിരുന്നു. അമ്മാമ്മ 2 ആളെയും അടുത്തേക്ക് വിളിച്ചു. അവർ ചെന്നതും അമ്മാമ്മ കെട്ടിപ്പിടിച്ച് എഴുന്നേറ്റിരുന്നു. കുറേയായി എൻ്റെ മക്കളെ കണ്ടിട്ട്. നിങ്ങൾക്ക് സുഖമല്ലേ കുട്ടികളെ? വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അമ്മാമ്മയുടെ പൊന്നു മക്കൾക്ക്? ഇല്ല. അമ്മാമ്മ അവരെ അടുത്ത് പിടിച്ചിരുത്തി. ഇപ്പം എങ്ങനെയുണ്ട് അമ്മേ? കുഴപ്പമില്ല ദേവാ. പൊന്നുവിൻ്റെ അമ്മയുടെ വീട്ടിൽ പൊന്നുവിൻ്റെ അച്ഛനെ ദേവ എന്നാണ് വിളിക്കുന്നത്. എങ്ങനെ പോകുന്നു നിന്റെ ബിസിനസ്? കുഴപ്പമില്ല അമ്മേ. എല്ലാവരും വരൂ, ഊണ് കഴിക്കാം. അവർ സംസാരിക്കുമ്പോഴാണ് അവിടുത്തെ ജോലിക്ക് നിൽക്കുന്ന ശാന്ത എന്ന ഇവരുടെ എല്ലാം ശാന്തേച്ചി വന്ന് വിളിച്ചത്. മീരയുടെ പ്രസവം കഴിഞ്ഞ സമയത്ത് എല്ലാവർക്കും എത്താൻ കഴിയാത്തത് കൊണ്ട് വന്നതാണ് ശാന്തേച്ചി. പിന്നെ വീട്ടിൽ ആരുമില്ല എന്നറിഞ്ഞതും ഇവിടെ തന്നെ നിർത്തി. ഇപ്പോൾ ഈ കുടുംബത്തിൽ തന്നെയാണ്. അങ്ങനെ അവരെല്ലാം കൂടി ഇരുന്നു. എല്ലാവരെയും ഇരുത്തിക്കഴിഞ്ഞ് ബാക്കിയുള്ളവർ അടുത്തതിലിരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും കൂടി നടുമുറ്റത്ത് ഒത്തുകൂടി കുറച്ചു നേരം സംസാരിച്ചിരുന്നു. പിന്നെ യാത്രാക്ഷീണം മാറാനായി വിശ്രമിച്ചു. അപ്പോൾ പോയി കിടന്ന പൊന്നുവും ആരുവും രാത്രിയായിട്ടും എഴുന്നേറ്റ് വരാത്തത് വിളിക്കാൻ ചെന്ന അമ്മമാരെ തടഞ്ഞ് അവരെ അടുക്കളയിലേക്ക് വിട്ടു അച്ഛന്മാർ. രാത്രി ഫുഡ് കഴിക്കാൻ നേരം അജു വന്നു. 2 ആളെയും എഴുന്നേൽപ്പിച്ച് കൂട്ടിക്കൊണ്ടുപോയി. താഴെ ആഹാരം കഴിക്കാൻ എത്തിയതും അമ്മമാർ 2 ആൾക്കും വിളമ്പിക്കൊടുത്തു. ക്ഷീണം മാറിയോ മക്കളെ? മാറി അച്ഛാ. കഴിച്ചു കഴിഞ്ഞോ? ഇല്ല. കഴിച്ചോ? ഞങ്ങളൊക്കെ നേരത്തെ കഴിച്ചു. നിങ്ങൾക്ക് യാത്രാക്ഷീണം ഉള്ളതുകൊണ്ട് നിങ്ങൾക്കുള്ളത് മാറ്റി വെച്ചതാ. ഇനിയും എഴുന്നേറ്റില്ലെങ്കിൽ പിന്നെ എപ്പോൾ കഴിക്കാനാ? ഭക്ഷണം കഴിഞ്ഞിട്ട് ഇനിയും വേണമെങ്കിൽ കിടന്നോട്ടോ. എന്തായാലും ഞങ്ങളും നേരത്തെ കിടക്കും. ശരി അച്ഛാ. മറ്റുള്ളവരെവിടെ? അവരൊക്കെ ഉമ്മറത്താ. ഞങ്ങൾ കഴിച്ച് കിടക്കുക. രാവിലെ ആകാൻ ബാക്കിയല്ല. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അങ്ങനെ നമ്മുടെ പിള്ളേർ പിന്നെയും കിടന്നുറങ്ങി. ഇതേ സമയം ട്രെയിനിൽ IPS ട്രെയിനിങ്ങിനായി മസൂറിലെ IPS ട്രെയിനിങ് സെൻറ്ററിലേക്ക് പോവുകയാണ് അപ്പുവും രുദ്രനും. കണ്ണാ? ഇഷി റിപ്ലൈ തന്നോടാ? ഇല്ല. അവരോട് എല്ലാ സത്യവും പറയണ്ടേ? വേണം. സമയമായിട്ടില്ല. സമയമാവട്ടെ. അവനെ എന്ത് ചെയ്യാനാണ് പ്ലാൻ? ആയില്ല. ഇപ്പം തൽക്കാലം അവനൊന്നും ചെയ്യുന്നില്ല. അവനെ എന്തെങ്കിലും ചെയ്താൽ യാഥാർത്ഥ്യം പുറത്തു വരാതിരിക്കാൻ വേണ്ടി വിവിധയെ കൊന്ന പോലെ ഇവനെയും അയാൾ കൊല്ലും. ശരിയാ. നമ്മുടെ കസ്റ്റഡിയിൽ നിന്നല്ലേ അവളെ കടത്തിക്കൊണ്ടുപോയി പിച്ചി ചീന്തി റെയിൽവേ ട്രാക്കിലിട്ടത്. അത് അവരുടെ സൈക്കോളജിക്കൽ മൂവാണ്. ഇപ്പോൾ അതിനെതിരെ അന്വേഷണം, കേസ് നമുക്ക് നേരെ തന്നെ തിരിയും. അതാണ് നമ്മൾ ആളെ തിരിച്ചറിഞ്ഞിട്ടും പറയാൻ പറ്റാതെ പോയത്. ഇപ്പോഴുമുണ്ട് മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ ഒരു അജ്ഞാത ശവം പോലെ തിരിച്ചറിയാൻ കഴിയുന്നത്. എന്നാലും ആരായിരിക്കും അത്? കണ്ടുപിടിക്കാം, ശത്രുവാണോ അതോ മിത്രമാണോ എന്ന്. ആദ്യം ട്രെയിനിങ്, അത് കഴിഞ്ഞ് ബാക്കി. നാട്ടിലെ കാര്യം അജുവേട്ടൻ നോക്കിക്കോളും. അങ്ങനെ ഭക്ഷണം കഴിഞ്ഞ് വർത്തമാനം പറഞ്ഞ് അവരിരുന്നു. ഇതേ സമയം വേറൊരു വീട് കാണാൻ, ഒറ്റ നില വീട്, നല്ല ഭംഗിയുള്ള വീട്. അതിൻ്റെ ഉള്ളിൽ ഒരു വയസ്സായ മനുഷ്യനും കൂടെ ഒരു ചെറുപ്പക്കാരനും ഒരു സ്ത്രീയുടെയും കൂടെ ഒരു 16-17 വയസ്സായ കുട്ടിയുടെയും ഫോട്ടോയുടെ മുമ്പിൽ അതിനെ നോക്കി നിന്ന് അവരുടെ കണ്ണിൽ സങ്കടവും പകയും ഒരുപോലെ കാണാം. അവർ കുറച്ചു നേരം അവിടെ നിന്ന ശേഷം കണ്ണു തുടച്ചു. എന്നിട്ട് 2 പേരും കൂടി വീടിൻ്റെ പിന്നിലുള്ള പൊട്ടിപ്പൊളിഞ്ഞ വീട്ടിലേക്ക് പോയി. അവിടെ താഴെയായി ഒരു റൂം. ആ റൂമിലെ കസേരയിൽ കൈ കെട്ടിയിട്ട ഒരു മനുഷ്യൻ, കൂടെ ഒരു പെണ്ണും. ഇവർ കുറച്ചു നേരം അവിടെ നിന്ന് അവരെ നോക്കി. ശേഷം അവരുടെ അടുത്ത് നിന്ന് ആ ചെറുപ്പക്കാരൻ പുറത്തേക്കിറങ്ങി. കുറച്ചു നേരത്തിന് ശേഷം ഒരു ബോധം കെട്ട ചെറുപ്പക്കാരനെയും കൊണ്ടുവന്നു.